സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയാകുന്ന ഒരു വീഡിയോയിലേക്കാണ് ലേഡീസ് ബാൻഡ് ഇനി പോകുന്നത്. സിനിമാ പ്രൊമോഷന്റെ ഭാഗമായി കോളേജിലെത്തിയ അപർണ ബാലമുരളിയുടെ തോളിൽ കൈയിടുന്ന വിദ്യാർത്ഥിയുടെ വീഡിയോ ആണ് വൈറലാകുന്നത്. ചെറുപ്പക്കാരന്റെ പിടിയിൽ നിന്ന് കുതറി മാറുന്ന നടിയെയും ദൃശ്യങ്ങളിൽ കാണാം. പിന്നീട് ക്ഷമ ചോദിക്കാനെത്തിയ ചെറുപ്പക്കാരൻ കൈ കൊടുക്കാൻ ശ്രമിക്കുന്നതും വീഡിയോയിൽ ഉണ്ട്. ആരാധകന്റെ പ്രവൃത്തി അതിരുവിട്ടു എന്ന് ഒരു വിഭാഗം പറയുമ്പോൾ പുരോഗമനം പറയുന്നവർ ഒരു ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചതിൽ അസഹിഷ്ണുത കാണിക്കുന്നത് എന്തിനെന്ന ചോദ്യവും ഉയരുന്നു. ഈ വിഷയത്തിൽ പ്രതികരണം തേടി ഞങ്ങളുടെ പ്രതിനിധി സുവി വിശ്വനാഥ് ലോ കോളേജിൽ എത്തിയിരുന്നു. എന്തായിരുന്നു അവരുടെ പ്രതികരണം എന്ന് നമുക്ക് സുവിയോട് തന്നെ ചോദിക്കാം. സുവി വിശ്വനാഥ് ചേരുന്നുണ്ട്. സുവി, വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോയും ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളും നടക്കുകയാണ്. ഒരു കൂട്ടർ അപർണ ബാലമുരളിക്കൊപ്പവും ഒരു കൂട്ടർ വിദ്യാർത്ഥിക്കൊപ്പവും നിൽക്കുന്നു. മറ്റൊരു കൂട്ടർ വിദ്യാർത്ഥിയെ വലിയ രീതിയിൽ മോശമായി ചിത്രീകരിക്കുന്നു. ആ രീതിയിലൊക്കെ പല വിധത്തിൽ ഇതിൻ്റെ ചർച്ചകൾ നടക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണല്ലോ സുവി ആ കോളേജിലേക്ക് കടന്നു എന്ന് അവിടെ എന്താണ് കുട്ടികളുടെ പ്രതികരണം എന്ന് അറിയാൻ ശ്രമിച്ചത്. എന്തായിരുന്നു അവിടെ ഉണ്ടായത്? രേണുക, എറണാകുളം ലോ കോളേജിലാണ് സംഭവം ഉണ്ടായത്. അപർണ ബാലമുരളി യൂണിയൻ ഇനാഗുറേഷനുമായി ബന്ധപ്പെട്ട് കോളേജിൽ എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ഒരു സംഭവം. അപർണയുടെ കൺസെന്റ് ചോദിക്കാതെ ഒരു വിദ്യാർത്ഥി പൂ കൊടുക്കാൻ ചെന്നപ്പോൾ ഫോട്ടോ എടുക്കുകയായിരുന്നു. ഫോട്ടോ എടുക്കുക എന്ന് മാത്രമല്ല, കൈ തോളത്തിട്ടുകൊണ്ട് ഫോട്ടോ എടുക്കാൻ നിർബന്ധിക്കുകയായിരുന്നു. ഏതായാലും ഇതാണ് വിവാദമായിരിക്കുന്നത്. അതിനുശേഷം വിദ്യാർത്ഥി സോറി പറഞ്ഞുവെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇയാൾക്കെതിരെയുള്ള പ്രതികരണങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ്. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ നടന്നത് എന്നത് അന്വേഷിച്ചുകൊണ്ടാണ് നമ്മൾ എറണാകുളം ലോ കോളേജിലെത്തിയത്. ആദ്യം തന്നെ നമ്മൾ പ്രിൻസിപ്പാളിനെ ഫോണിൽ ബന്ധപ്പെട്ടു. പ്രിൻസിപ്പാൾ ഇന്നലെ അവധിയായിരുന്നു, അതുകൊണ്ട് എന്താണ് സംഭവിച്ചത് എന്ന് അറിയില്ല എന്നാണ് പ്രിൻസിപ്പാളിന്റെ ഒരു മറുപടി ഉണ്ടായത്. യൂണിയൻ ചെയർമാനുമായി ചോദിക്കൂ. യൂണിയൻ ചെയർമാൻ ആ സമയത്ത് വേദിയിൽ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് നമ്മൾ യൂണിയൻ ചെയർമാനുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചു. അപ്പോഴാണ് യൂണിയൻ സെക്രട്ടറി എന്ന് പറഞ്ഞ് ഒരാൾ അരുൺജിത്ത് നമ്മോടൊപ്പം വരികയും ഒരു കാരണവശാലും ഇതിനൊരു പ്രതികരണം തരാൻ തയ്യാറല്ല എന്ന് പറയുകയും ചെയ്തത്. എന്തിനാണ് മാധ്യമങ്ങൾ ഇത്തരത്തിൽ ഇതിന് പുറകിൽ നടക്കുന്നത്? ആ വിദ്യാർത്ഥി ചെയ്തത് തെറ്റാണെങ്കിലും അവനെ ഇത്തരത്തിൽ പീഡിപ്പിക്കുന്നത് എന്തിനാണ്? ഇങ്ങനെ ഒരു സൈബർ ആക്രമണത്തിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും മാധ്യമങ്ങളാണ് പ്രതികരണങ്ങൾ തിരക്കും. നിങ്ങൾക്ക്, അതായത് ഇതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇത്തരം പ്രചാരണങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ അതിനൊരു പ്രതികരണം നൽകുക എന്നതല്ലേ ഉത്തമം എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ വാഹനം ഉൾപ്പെടെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാനുള്ള ഒരു മറുപടിയാണ് ഈ സെക്രട്ടറിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഈ അപർണ ബാലമുരളിയോട് കൺസെന്റ് ചോദിക്കാതെ വിദ്യാർത്ഥി തോളത്ത് കൈയിട്ട് ചിത്രം എടുത്തതാണ് ഇപ്പോൾ ഏറെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. രേണുക, ശരി, തുടരുക സുവി. ഇപ്പോൾ നമുക്കൊപ്പം മൃദുല ദേവി ആക്ടിവിസ്റ്റ് ചേരുകയാണ്. ശ്രീമതി മൃദുല ദേവി, ഇത് കോളേജിൽ നടന്ന സംഭവമാണ്. പിന്നീട് അപർണ ബാലമുരളി തന്നെ ഈ കാര്യത്തിൽ സ്തബ്ധയായി പോയി എന്ന ഒരു പ്രതികരണം ഫേസ്ബുക്കിൽ ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇതിൻ്റെ ചർച്ചകൾ ഏറ്റെടുത്തിരിക്കുകയാണ്. പക്ഷേ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തതൊക്കെ നല്ലതാണ്. പക്ഷേ ഇത് ഇക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട്, ജെൻഡർ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ടൊക്കെ കണക്ട് ചെയ്താണ് ഇത് സംസാരിക്കുന്നത്. പുരോഗമനം പറയുന്നവർ ഒരു വിദ്യാർത്ഥി വന്ന് പിടിച്ചപ്പോൾ തനി മൂരാച്ചി സ്വഭാവം കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിമർശനങ്ങൾ ഒരു കോണിൽ നടക്കുന്നു. ആ വിദ്യാർത്ഥിയെ കടന്നാക്രമിച്ചുകൊണ്ട് മറ്റു ചില പ്രതികരണങ്ങൾ നടക്കുന്നു. താങ്കൾ എങ്ങനെയാണ് ഈ ഇൻസിഡന്റിനെ നോക്കിക്കാണുന്നത്? ഹലോ, പറഞ്ഞോളൂ. ഞാനൊരു ട്രെയിൻ യാത്രക്കിടയിലാണ്. അപ്പൊ ഒന്ന് ശബ്ദം ഉണ്ടാകുന്നു, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ദേശീയ അവാർഡ് ജേതാവ് മികച്ച അഭിനേത്രിയുമായ അപർണ ബാലമുരളിക്ക് ഐക്യദാർഢ്യം പറഞ്ഞുകൊണ്ടിരുന്നു.
അതിന്റെ കാരണം യാതൊരുവിധ ഫോക്കസുകളുടെയും ഹെൽപ്പ് ലഭിക്കുവാനില്ലാത്ത ഒരു നായികയാണ് ദേശീയ അവാർഡ് ജേതാവ് അപർണ കോക്കർ. സാധാരണ ജനങ്ങൾ മാത്രമാണ്, തുല്യ നീതി സങ്കല്പമുള്ളവർ മാത്രമാണ് അപർണയ്ക്കൊപ്പം ഈ സന്ദർഭത്തിൽ നിൽക്കാനുണ്ടാവുക. അത് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ ജാഗ്രതയോടെ ഈ ഒരു വിഷയത്തിൽ, ഒരു സിനിമാ നടിയാണ്, അതുകൊണ്ട് അവരോട് കാണിച്ച ആ ഒരു ഇടപെടൽ എന്ന് പറയുന്നത് പോലും ആ സ്ഥാനത്ത് ഒരു കളക്ടർ ആയിരുന്നെങ്കിൽ ഈ പർട്ടിക്കുലർ വ്യക്തി അത് ചെയ്യില്ലായിരുന്നു എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ആ സ്ഥാനത്ത് ഒരു മന്ത്രി ആയിരുന്നെങ്കിൽ, ഒരു വനിതാ മന്ത്രി ആയിരുന്നെങ്കിൽ അദ്ദേഹം അത് ചെയ്യില്ലായിരുന്നു, വനിതാ പോലീസ് ഓഫീസർ ആയിരുന്നെങ്കിൽ ചെയ്യില്ലായിരുന്നു. അവർ നിൽക്കുന്ന ഇടത്തിനകത്ത് നമ്മുടെ പൊതുബോധ സിനിമാ സങ്കല്പത്തിലെ നായികമാർ എങ്ങനെയാകും എന്നൊക്കെയുള്ളൊരു ഇതൊരു ഓരോ സമയത്തും സ്വാഭാവികമായി വരുന്ന ഒരു ചിന്താധാരയാണ്. അതാണ് അവരുടെ വിതൗട്ട് ഹെർ കൺസെന്റ് അദ്ദേഹത്തിന് അവരോട് ശരീരത്തിലേക്ക് സ്പർശിക്കുവാനായിട്ട് തോന്നുന്നത്, സ്പർശിക്കുന്നത് നമ്മൾ ആ ഒരു ചേഷ്ട കണ്ടു. അത് ഒരിക്കലും അദ്ദേഹം ലൈംഗിക താല്പര്യത്തോടെ കൂടി ചെയ്തതാണെന്നോ ഒന്നും നമ്മൾ ആരും അവകാശപ്പെടുന്നില്ല. പക്ഷേ കൺസെന്റ് ഇല്ലാതെ മറ്റൊരാളുടെ, അത് ഞാനാകട്ടെ പെണ്ണാകട്ടെ യുവ സമൂഹമാകട്ടെ അവരുടെ ശരീരത്തിലേക്ക്, അച്ഛന്റെ ആകട്ടെ അമ്മയുടെ ആകട്ടെ സഹോദരങ്ങളുടെ ആകട്ടെ അനാവശ്യമായി അത്തരത്തിലൊരു അധിനിവേശം കാണിക്കുവാൻ പാടില്ല. സൗഹൃദം എന്ന് പറയുന്നത് മറ്റൊരു തലത്തിൽ വികസിപ്പിക്കേണ്ടതാണ്. അപ്പോൾ അത്തരം ഒരു പഠിപ്പിക്കൽ നമ്മുടെ മലയാളി പുരുഷന്മാർക്കിടയിൽ ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് അത് നമ്മുടെ പാർട്ടിക്കകത്ത് അതിനുള്ള പഠനം ഉണ്ടാകുന്നില്ല എന്നുള്ളത്. തീർച്ചയായിട്ടും ഞാൻ ആ വ്യക്തിക്കെതിരെയുള്ള പിന്നീടുള്ള മോബ് ലിഞ്ചിങ് അത് നമ്മളുടെ ഉത്തരവാദിത്തമല്ല. അത് തീർച്ചയായിട്ടും അത് മറ്റൊരു രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടതാണ്. അതിനെ അപലപിക്കുകയും ചെയ്യുന്നു. അതേസമയം ഇതിനെ യാതൊരു തരത്തിലും ന്യായീകരിക്കുവാൻ നമുക്ക് സാധിക്കുന്നതല്ല. യാതൊരു തരത്തിലും ഒരു സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സ്ത്രീയുടെ ശരീരത്തിനകത്തേക്ക്, സ്ത്രീയുടെ ശരീരത്തിൽ അവരുടെ സമ്മതമില്ലാതെ അവരുടെ താല്പര്യം ആണധികാരമാണ്. ഇത് മെൻസ് പ്ലെയിനിങ് ആണ് അദ്ദേഹം കാണിച്ചത്. അത് അദ്ദേഹത്തിന് പാർട്ടിയും നമ്മളും പഠിപ്പിച്ചു കൊടുക്കേണ്ട, നാം അടക്കമുള്ള സമൂഹങ്ങൾ കൊടുക്കേണ്ട ഒരു പുതിയ ചിന്താധാരയാണ്. ഇത് നമുക്കറിയാം, ഇതിനു മുൻപ് ഒരു മാളിൽ നടന്ന സംഭവം, 2 യുവ നടിമാർക്ക് നേരിടേണ്ടി വന്ന ഒരു അനുഭവം, പിന്നീട് അത് കൊച്ചി മാളിലും മറ്റൊരു നടിക്ക് നേരിടേണ്ടി വന്ന സാഹചര്യം. പക്ഷേ ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ അതുമായി ഇതിനെ കൂട്ടിയിണക്കേണ്ടതില്ല. ഈ വിദ്യാർത്ഥി ഒരു ആരാധികയോടുള്ള ഒരു ഇഷ്ടം പ്രകടിപ്പിക്കുക മാത്രമാണ് അവിടെ ചെയ്തതെന്ന് പറയുന്നു. പക്ഷേ അവർക്കതിൽ അനിഷ്ടമുണ്ട്, അത് വളരെ പ്രകടമായി തന്നെ കാണിക്കുന്നു. അതിനുശേഷം വരുമ്പോഴും ഷേക്ക് ഹാൻഡ് കൊടുക്കാനുള്ള ഒരു ശ്രമം ആ വിദ്യാർത്ഥിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അപ്പോൾ ക്ഷമ പറയാൻ എത്തിയപ്പോഴും അത് ആ രീതിയിൽ ഷേക്ക് ഹാൻഡ് കൊടുക്കാനുള്ളൊരു നീക്കം ഉണ്ടാകുമ്പോൾ അതും നിരസിക്കുകയാണ് ആ നടി ചെയ്യുന്നത്. ആ വിദ്യാർത്ഥിയെ ഇത് മാളിലെ സംഭവവുമായി കൂട്ടിക്കെട്ടേണ്ടതില്ല എന്ന് പറയുമ്പോൾ പോലും എങ്ങനെയാണ് ആ വിദ്യാർത്ഥിയുടെ ആ പെരുമാറ്റത്തെ താങ്കൾ എങ്ങനെ കാണുന്നു? രണ്ടാമതും അദ്ദേഹം കടന്നു വന്നൊരു ഷേക്ക് ഹാൻഡ് കൊടുത്തുകൊണ്ട് സംഭവത്തെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നൊരു സൗഹൃദത്തിലേക്ക് പോകാനായിട്ടായിരിക്കും ചിലപ്പോൾ. എനിക്കറിയില്ല അദ്ദേഹത്തിന്റെ ആ സമയത്ത് ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു എന്നുള്ളത്. പക്ഷെ അത് അപർണ അതിനെയും അതും ശ്രദ്ധിക്കാവുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അപർണയ്ക്ക് അപ്പം ഉണ്ടായ ആ ഒരു സമയം കൊണ്ടുണ്ടായ അപർണയുടെ ചിന്തകൾ എന്തെല്ലാമായിരിക്കാം നമുക്കറിയാമല്ലോ. നമ്മുടെ ഒരു സിനിമാ താരം, നമ്മുടെ ഒരു സിനിമാ നടി ഒരു പോസ്റ്റർ, ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ അതിന് താഴത്തേക്ക് അതവരെ ദേശീയ അവാർഡല്ലേ എന്ത് കൊണ്ടുവന്നു എന്ന് പറഞ്ഞാലും അതിന് താഴേക്ക് നമ്മൾ ഇടുന്ന പലതരത്തിലുള്ള കമന്റുകളുണ്ട്. അവരുടെ ഒരു മനസ്സിൽ ചിന്തയിലെടുത്തത് ഈ ഇദ്ദേഹം ഈ ശരീരത്തിൽ സ്പർശിച്ചത് ഏതെല്ലാം തരത്തിലാണ്. ഇനി പല രീതിയിൽ നമ്മുടെ മലയാളി ഈ അപർണയെ പല തരത്തിൽ ഡെറിഗേറ്ററി ആയിട്ട് ഉപയോഗിക്കും. അവിടെ ഒരു വാദികളും ഈ ചെയ്ത ഈ വ്യക്തിക്ക് ഉണ്ടാകും. തിരിച്ച് ഇദ്ദേഹത്തിന്റെ പെങ്ങളെയോ അമ്മയോ ആയിരുന്നെങ്കിൽ ഇദ്ദേഹത്തിന് ഇതേ സംയമനത്തോടെ നോക്കി കാണുവാൻ പറ്റുമായിരുന്നു. ഇല്ല, ഒരു പബ്ലിക് ഫിഗർ ആണെങ്കിൽ ഇതൊക്കെ വേണ്ടിവരും എന്ന നിലയിൽ ചിലർ അഭിപ്രായം പറയുന്നുണ്ട്. മറ്റൊരു സെലിബ്രിറ്റിയാണ് ഈ പയ്യന് പകരം കെട്ടിപ്പിടിക്കാൻ വരുന്നതെങ്കിൽ അവർ നിൽക്കുമായിരുന്നില്ലേ, അവർ എതിർക്കുമായിരുന്നോ തുടങ്ങിയ കാര്യങ്ങൾ ചോദിക്കുന്നു. ഇത് ഒരു വ്യക്തിയുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് എന്നുള്ള കാര്യം പോലും ഈ വിമർശനം ഉന്നയിക്കുന്നവർ അല്ലെങ്കിൽ ഈ കാര്യത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്നവർ കാണുന്നില്ല എന്ന് വേണമോ നമ്മൾ മനസ്സിലാക്കാൻ? സെലിബ്രിറ്റികൾക്കെതിരെ അതിശക്തമായ തീരുമാനമെടുത്ത മലയാള സിനിമയിലെ പെൺകുട്ടികളെയല്ലേ നമ്മൾ കണ്ടിരിക്കുന്നത്. സുഹൃത്തായതിന്റെ പേരിലാണോ അതിജീവിത പ്രതികരിക്കാതിരുന്നത്? സുഹൃത്തായതിന്റെ പേരിലാണോ വിജയ്ക്കെതിരെ പ്രതികരിക്കാതിരുന്നത്? വിജയ് നമ്മുടെ ഈ മലയാള സിനിമയിലെ വിജയ് ബാബുവിനെതിരെ പ്രതികരിക്കുക, അതും സൗഹൃദ സെലിബ്രിറ്റിയൊക്കെ തന്നെയല്ലായിരുന്നു. അപ്പൊ അതൊക്കെ ഒരുമാതിരി ഉട്ടോപ്യൻ ചോദ്യങ്ങളാണ്. അദ്ദേഹം നമുക്ക് ഒരു തെറ്റിനെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. പുതിയ കാലഘട്ടത്തിൽ എവിടെയും ഇദ്ദേഹത്തിന് ഒരു വാതിലുകളും ഇതിന്റെ പേരിൽ അടയാൻ പോകുന്നില്ല. ഇത് കുറച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു സപ്പോർട്ട് നമ്മൾ കൊടുക്കേണ്ടതില്ല. ഇതിനകത്ത് തെറ്റുകൾ, ഇതൊരു സാമൂഹിക വിദ്യാഭ്യാസം, ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്കാർക്കും അത്തരത്തിലൊരു സാമൂഹിക വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല. ഇനി ഇവര് സെലിബ്രിറ്റി ആയതുകൊണ്ട് അവർ മറ്റൊരു സെലിബ്രിറ്റിയോട് അങ്ങനെ പെരുമാറുമായിരുന്നു, അതുകൊണ്ട് ഇയാൾക്ക് അദ്ദേഹത്തിന് ഇങ്ങനെ പെരുമാറായിരുന്നു. ഇത്തരത്തിലുള്ള ഹൈപ്പോത്തറ്റിക്കൽ ആശയങ്ങളിലേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. അതാണ് ആണധികാരം അല്ലെങ്കിൽ പാട്രിയാർക്കിയുടെ ബൈ പ്രോഡക്റ്റുകളായിട്ട് പ്രവർത്തിക്കുന്നത്. ഇത് ഇങ്ങനെ ചിന്തിക്കുന്ന ആണും പെണ്ണും ആയിട്ടുള്ള സമൂഹങ്ങള് ഒക്കെ തന്നെയും അല്ല, ഇവിടെ ഇപ്പോൾ ഒരു ആൺകുട്ടിയല്ല ഒരു പെൺകുട്ടിയാണെങ്കിൽ പോലും അവരോട് അനുവാദമില്ലാതെ ആ രീതിയിൽ പെരുമാറാൻ പാടില്ലല്ലോ.
ഞാൻ മൃദുലാദേവി എന്ന ഞാനിപ്പോ മലയാള സിനിമയിൽ പാട്ട് എഴുതിയിട്ടുണ്ട്. അതിന്റെ പേരിൽ അപർണ മുരളിയോട് വിത്തൗട്ട് ഹെർ കൺസെന്റ് എനിക്ക് അവളെ ചുറ്റിപ്പിടിക്കാനോ ഒന്നും ചെയ്യാൻ പറ്റുന്നതല്ല. ആ സമയത്ത് ആ മൂഡിലേക്ക് അവർ സജ്ജമായിരുന്നോ, അവർ എത്രത്തോളം അതിനെ സ്വീകരിക്കപ്പെടുന്നു, അങ്ങനെ നമ്മളൊന്ന് ആലോചിക്കേണ്ടത്. ഏതൊരു സാധാരണക്കാരനാണെങ്കിലും അവരുടെ ശരീരം അവരുടെ അവകാശവും സ്വാതന്ത്ര്യവുമാണ് എന്നത് അംഗീകരിക്കാൻ തയ്യാറാകുക എന്നതാണ് ഈ വിഷയത്തിൽ പ്രധാനം. വളരെ നന്ദി ശ്രീമതി മൃദുല ദേവി. ഈ അവസരത്തിൽ തിരക്കിലാണെന്നറിയാം, എങ്കിൽ പോലും ഞങ്ങളോട് സഹകരിച്ചതിന്. ഇപ്പോൾ RJ കരുൺ മാത്യു കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ കരുൺ മാത്യു, സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ ചർച്ച ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. നമുക്കറിയാം പലതരത്തിലും വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഇടമാണ്. ഈ പർട്ടിക്കുലർ സംഭവവുമായി ബന്ധപ്പെട്ട് അപർണ ബാലമുരളിയുടെ ഓടുള്ള ആ ആരാധകന്റെ, കോളേജ് വിദ്യാർത്ഥിയും ആരാധകനുമായുള്ള വിദ്യാർത്ഥിയുടെ ആ പ്രതികരണം, അതിൽ നടക്കുന്ന ചർച്ചകൾ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഞാനിന്ന് രാവിലെ എഴുന്നേറ്റപ്പം മുതലേ ശരിക്കും പറഞ്ഞാൽ ഈ ചർച്ച കാണുകയാണ്. ഒരു ആവശ്യമുള്ള ചർച്ചയാണോ അത്? അതെ, എന്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്. നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മയ്ക്കോ പങ്ങൾക്കോ ആണ് സംഭവിക്കുന്നത്, നമ്മൾ ഇത് ചർച്ച ചെയ്യുമോ? ഇതൊരു അനാവശ്യമായ ചർച്ചയല്ലേ? ഇതെന്ത് സംഭവിച്ചാലും ഇതൊരു ഇരുതല മൂർച്ചയുള്ള വാളായത്. ഇറ്റ്സ് ടു എഡ്ജ് സ്വോർഡ്. അപർണയുടെ അനുവാദമില്ലാതെ ഒരാൾ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു. അവിടെ ഒരു ഫസ് ഉണ്ടാക്കിയില്ല, അവരത് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അത്ര അവിടെ സംഭവിച്ചത്. ഞാനിപ്പോ വിഷ്വൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് 8 തന്നെ ആ വിഷ്വൽ കാണുകയാണ്. ഇത്രയുമേ സംഭവിച്ചിട്ടുള്ളൂ. അതിൽ ആരെങ്കിലും ഒഫൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമ പറഞ്ഞത് തീർക്കുകയല്ലേ ഉള്ളൂ. ഇത് ഒരു അനാവശ്യ വിവാദമാണ്. ഇത് വെറുതെ ഇത് കത്തിപ്പടരാൻ. ആ വിഷ്വൽ കണ്ടാൽ എന്താണ് നമുക്ക് തോന്നുന്നത്? അവരുടെ സമ്മതമില്ലാതെ ആ കുട്ടി അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല, വിദ്യാർത്ഥി അങ്ങനെ പെരുമാറേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു. അതിനപ്പുറമുള്ള ചർച്ചകൾ അനാവശ്യമല്ലേ? ഈക്വാലിറ്റിയായി, ജെൻഡർ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെടുത്തിയൊക്കെ ഈ വിഷയം ഇങ്ങനെ വികസിച്ചു വരികയാണ് സമൂഹ മാധ്യമത്തിൽ. ഇവിടെ എന്തിനാണ് ഈ ന്യൂട്രാലിറ്റി കൊണ്ടുവരുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ന്യൂട്രാലിറ്റി കൊണ്ടുവരുന്നത് ഇതിന്റെ എക്സാക്ട് അനാലജി ഇതാണ്. എന്റെ പെങ്ങൾക്കോ എന്റെ അമ്മയ്ക്കോ ആണ് ഈ അവസ്ഥ ഉണ്ടാകുന്നതെങ്കിൽ ഇത് ഇവരെല്ലാരും ചിന്തിക്കേണ്ട കാര്യമാണ്. അവരെങ്ങനെ പ്രതികരിക്കും? ആ ചെയ്ത ആള് ചെയ്തത് കുറ്റമാണെന്നോ കുറ്റമല്ലെന്നോ ഒന്നും ഞാനല്ല പറയില്ല. ഇതിൽ കുറ്റമാണോ ശ്രീ കരുൺ മാത്യു? അങ്ങനെയാണോ നമ്മൾ ഈ വിഷയത്തെ കാണേണ്ടത്? നോക്കൂ, ഇവിടെ നമ്മുടെ അമ്മയും പെങ്ങളും എന്നുള്ള ഒരു ഉദാഹരണം ഇതിൽ വേണമോ? നമ്മളുടെ അച്ഛനോ സഹോദരനോ ആയിക്കോട്ടെ, നമ്മൾ എത്രയോ വലിയ സെലിബ്രിറ്റികളെ കണ്ടിരിക്കുന്നു, വലിയ ഗായകരെ കണ്ടിരിക്കുന്നു, പൊളിറ്റീഷ്യൻസിനെ കണ്ടിരിക്കുന്നു, പുരുഷന്മാരെ തന്നെയും ഈ ആരാധകർ സെൽഫി എടുക്കുന്നതിനെ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നതിനെ, ദേഹത്ത് സ്പർശിക്കുന്നതിനെ ഒക്കെ കുറ്റം പറയുന്ന എത്ര പേരെ കണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊരു വ്യക്തിയുടെ, ആണും പെണ്ണും എന്തുമാകട്ടെ, ഒരു അല്ലെങ്കിൽ മറ്റൊരു വിഭാഗമായിക്കോട്ടെ, ക്യൂർ വിഭാഗമായിക്കോട്ടെ, ഏതൊരു വ്യക്തിയുടെയും സ്വാതന്ത്ര്യം എന്നതിലല്ലേ നമ്മൾ ഈ വിഷയത്തെ കാണേണ്ടത്? അല്ല, ഞാൻ ചോദിക്കുന്നത് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാളുടെ മൂക്കിന് തുമ്പ് വരെ കൈ ഉയർത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ബട്ട് യു കനോട്ട് എൻക്രോച്ച് ഇൻ ടു എനിബഡീസ് പ്രൈവസി. ഇപ്പൊ താങ്കളുടെ പ്രൈവസിയിലേക്ക് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ തന്നെ മറ്റൊരാൾക്ക് വന്നൊരു കമന്റ് ഇട്ടത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയത്തില്ലേ? അത് അത്ര ലാഘവത്തോടെ കാണേണ്ട ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു അപർണ അങ്ങനെയാണ് അതിനെ കണ്ടത്. ആ പയ്യനും ആ കാര്യം മനസ്സിലായി. രണ്ടുപേരും ആ സമയത്ത് തന്നെ അത് സോൾവ് ചെയ്ത് അവരവിടുന്ന് പോയി. നമ്മളിപ്പോഴും ഈ സംഭവിച്ച കാര്യത്തെ വീണ്ടും വിഷ്വലുകളിൽ കണ്ടുകൊണ്ട് ഇതിലൊരു കുറ്റമുണ്ടോ എന്ന് ചിന്തിക്കുകയാണ്. ഇതിൻ്റെ അകത്തൊരു ഹ്യൂമൻ റൈറ്റ്സ് വിഷയമില്ല, ഇതിൻ്റെ അകത്തൊരു വയലേഷൻ വിഷയമില്ല. ഇത് നമ്മൾ ഊതിപ്പെരുപ്പിച്ച് ഇത് വേറെ ലെവലിലേക്ക് ആക്കണ്ട. ഇത് ആക്കിയാൽ ഇത് എല്ലാവർക്കും ബുദ്ധിമുട്ടല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം അപർണയുടെ ദേഹത്ത് ഒരാൾ പിടിച്ചു എന്നാണ് ഈ കേസെങ്കിൽ, നമുക്ക് ഈ വിഷ്വൽ ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത് പ്രശ്നങ്ങൾ വഷളായി പോയത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംഭവിച്ച ഒരു വിഷ്വലായിട്ട് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ. അവരുടെ അത് ഒഫൻഡഡ് ആയി കാണുമായിരിക്കാം. അതുകൊണ്ടാണ് പുള്ളിക്കാരി അവിടെ നിന്ന് മാറിയത്. പക്ഷേ പിന്നെ ഇതിലൊരു വിഷയമുള്ളത്, ഇത് തുടർച്ചയായി ഉണ്ടാകുന്നുണ്ട് ഈ സംഭവങ്ങൾ. നമ്മൾ കോഴിക്കോട് ഒരു മാളിൽ കണ്ടതാണ്. ആളുകൾക്ക് ചിലപ്പോൾ അതെ, കോഴിക്കോട് മാളിൽ കണ്ടതാണ്. അത് വളരെ മോശമായ പെരുമാറ്റമായിരുന്നു. അവർ തിരിച്ചു പ്രതികരിക്കുകയും ചെയ്തു. അതെ, കൊച്ചി മാളിൽ നമ്മൾ കണ്ടു. അപ്പോൾ സെലിബ്രിറ്റികളായാൽ അവരോട് എന്തുമാകാം എന്നൊരു കൺസേൺ, അവർ ഇതൊക്കെ സഹിക്കാൻ ബാധ്യസ്ഥരാണ് എന്നൊരു ചിന്താഗതി ആരാധകരിൽ ഉടലെടുക്കുന്നുണ്ടോ? അല്ല, അങ്ങനെ ഒരു തോട്ട് പ്രോസസ് വേണ്ട. ചിലപ്പം സെലിബ്രിറ്റി ആയ ഒരാളെ സിൽവർ സ്ക്രീനിൽ മാത്രം കണ്ടിരിക്കുന്ന ഒരാളെ കാണാനും ചിലപ്പോൾ ഒരു ഫ്രണ്ടായി തോന്നിയൊന്ന് ഹഗ് ചെയ്യാനും ഒക്കെ ചിലപ്പോൾ ആ പയ്യന് തോന്നിയതാണെങ്കിലും നമുക്ക് അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് ഇതിന് എടുക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ പൃഥ്വിരാജിന്റെ കാപ്പ എന്ന് പറയുന്ന സിനിമ കാണുകയും ചെയ്തു. അതിനകത്ത് അപർണ ചെയ്ത ഒരു പവർഫുൾ ക്യാരക്ടറുമാണ്. അപ്പോൾ ചിലപ്പോൾ ഇവരൊക്കെ സിനിമ തിയേറ്ററിൽ പോയി ആ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ, ഞാൻ OTT-യിൽ വന്നപ്പോഴാണ് കണ്ടത്. അപ്പോൾ തിയേറ്ററിൽ പോയി ഈ സിനിമ കണ്ടിട്ടുള്ളതാണെങ്കിൽ ലാർജർ ദാൻ ലൈഫ് ക്യാരക്ടർ. അപ്പൊ ചിലപ്പം അവരോട് തോന്നിയ ആരാധന ഉണ്ടാകാം. അങ്ങനെയും ആകാമല്ലോ ഇതിനൊക്കെ ഒരു പെർസ്പെക്റ്റീവ്. ആ പയ്യനാ ചെയ്യുന്നതിനകത്ത് എനിക്കൊരു ഒഫൻസീവ് കണ്ടന്റ് കാണുന്നില്ല. അയാൾ തന്നെ വിഷമിച്ചു പോയി. കാര്യം അപർണ പെട്ടെന്ന് മാറിയപ്പോൾ അയാൾ കൈകൂപ്പി അയ്യോ ക്ഷമിക്കണമെന്ന് പറയുന്നതാണ് ആ വിഷ്വലിൽ കാണുന്നത്. ഇവർ രണ്ടുപേരും ആ സമയത്ത് തന്നെ ഈ കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്തു അവരുടെ ജെസ്റ്റേഴ്സിലൂടെ. നമ്മൾ ഇപ്പോഴും അത് ചർച്ച ചെയ്ത് നെക്സ്റ്റ് ഒരു ലെവലിലേക്ക് ആക്കി ഇതൊരു കേസ് മുഴക്കം ബഹളമാക്കണ്ട.
ഇല്ല. ഓക്കെ, നമ്മൾ ആ സാഹചര്യങ്ങൾ, ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന ചർച്ചകൾ, അത് വഴിതിരിഞ്ഞു പോകുന്ന സാഹചര്യവും അതിലെ തെറ്റും ശരിയും ഒക്കെ പ്രേക്ഷകർ അറിയാൻ വേണ്ടി അത് ചർച്ച ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഞങ്ങളുടെ ലേഡീസ് ബാൻഡ് എന്ന ബുള്ളറ്റിനാണ് ഇത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിന് ഈ ബുള്ളറ്റിനിലെ പ്രാധാന്യം കൂടുതലുമാണ്. വളരെ നന്ദി കരുൺ ഞങ്ങളോട് ഈ അവസരത്തിൽ സഹകരിച്ചത്. സുബി വിശ്വനാഥ് ചേരുന്നുണ്ട്. സുബി, ഈ വിദ്യാർത്ഥി അത് ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുള്ള വിദ്യാർത്ഥിയാണ്, രാഷ്ട്രീയ സംഘടനയിൽ വിദ്യാർത്ഥി സംഘടനയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ടൊക്കെ തന്നെ കൂടുതൽ വിവരങ്ങൾ ആരാഞ്ഞ് കോളേജിൽ ചെന്നപ്പോൾ അവിടുന്ന് ചില മോശം അനുഭവങ്ങൾ സുബിക്ക് ഉണ്ടായി എന്ന് മനസ്സിലാക്കുന്നു. എന്തായിരുന്നു വിദ്യാർത്ഥികളുടെ പ്രതികരണം? എറണാകുളം ലോ കോളേജിലാണ് ഈ സംഭവം നടന്നത്. എന്താണ് ഉണ്ടായത് എന്ന് അന്വേഷിക്കാൻ വേണ്ടിയാണ് ചെന്നത്. ഒപ്പം തന്നെ പ്രിൻസിപ്പാളുടെ ബിന്ദു മാഡത്തിന്റെ അനുമതിയും നമുക്കുണ്ടായിരുന്നു അവിടെ ചെല്ലാൻ. ബിന്ദു മാഡം ഇന്നലെ അവധിയായിരുന്നു. അതുകൊണ്ട് എന്താണ് സ്റ്റേജിൽ നടന്നത് എന്നത് സംബന്ധിച്ച് കൃത്യമായൊരു ധാരണയില്ല. അതുകൊണ്ട് തന്നെ യൂണിയൻ ചെയർമാനുമായി ബന്ധപ്പെടൂ എന്നാണ് പറഞ്ഞത്. ആ കാര്യം കൊണ്ടാണ് യൂണിയൻ ചെയർമാനെ ബന്ധപ്പെട്ടത്. എന്നാൽ യൂണിയൻ ജനറൽ സെക്രട്ടറിയാണ് വന്ന് ഇക്കാര്യം പറഞ്ഞത്. ഇക്കാര്യത്തിൽ ഒരു പ്രതികരണത്തിനില്ല. നേരത്തെ തന്നെ ഇതിൽ പ്രതികരണം നടത്തി കഴിഞ്ഞതാണ്. മാധ്യമങ്ങളെല്ലാം ചേർന്ന് ഒരു യുവാവിനെ മോശക്കാരനായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണ്. അത്തരത്തിലൊരു മോശക്കാരനല്ല ആ വ്യക്തി. കൺസെന്റ് ഇല്ലാതെ അപർണ ബാലമുരളിയെ സ്പർശിച്ചു എന്നത് തെറ്റ് തന്നെയാണ്. പക്ഷേ ഇത്രയധികം സൈബർ ബുള്ളിയിങ്ങിന്റെ ആവശ്യമില്ല എന്നാണ് അവർ പറയുന്നത്. ഒപ്പം തന്നെ വിഷയങ്ങൾ എടുക്കാനോ അല്ലെങ്കിൽ നമ്മളോട് പ്രതികരിക്കാനോ അവർ തയ്യാറായില്ല. ഒപ്പം ഭീഷണിയുടെ ഒരു സ്വരം കൂടിയാണ് നമുക്ക് നേരെ ഉയർത്തിയത്. ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഭീഷണിയുടെ ഒരു സ്വരം നമ്മുടെ കാറിൽ പുറത്ത് അടിച്ച് ബഹളമുണ്ടാക്കിക്കൊണ്ടാണ് അവർ നമ്മളോട് പെരുമാറിയത്. ഏതായാലും ഇത് SFI ഞാൻ അവരോട് ചോദിച്ചു, SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന ആയതുകൊണ്ടാണ് ഈ കൺസെന്റ് ഇല്ലാതെ ഇത്തരം കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നത് മോശമല്ലേ എന്ന് ചോദിച്ചത് എന്ന് പോലും ഞാൻ അവരോട് ചോദിച്ചു. അപ്പോഴും ഒപ്പം പറയുന്നു പ്രായക്കുറവുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായും ലോ കോളേജിൽ എത്തുന്ന ഒരു വിദ്യാർത്ഥിക്ക് സാമാന്യം പ്രായപൂർത്തിയാകേണ്ട സമയമായിട്ടുണ്ടാകും. അത് നമുക്കറിയാം. അതെല്ലാ കാര്യങ്ങളും ചോദിക്കുമ്പോഴാണ് ഇവർ ഈ കാര്യങ്ങൾ വളരെയധികം രൂക്ഷമായി തന്നെ SFIയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ ഉണ്ടായത്. ഏതായാലും ഈ വിദ്യാർത്ഥി പാവമാണ്. അത്തരത്തിലല്ലാതെ കൺസെന്റ് ഇല്ലാതെ ചെയ്തു എന്നത് ശരിയാണ്. എങ്കിലും വേറെ ഒരു മോശം അഭിപ്രായം അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒന്നും ആ കുട്ടിക്കെതിരെ ഇല്ല എന്നാണ് അവിടെയുള്ളവർ പറയുന്നത്. തീർച്ചയായും നമ്മളും ആ വിദ്യാർത്ഥിയെ ഏതെങ്കിലും തരത്തിൽ മോശമായി ചിത്രീകരിക്കുകയല്ല. ഒരു സെലിബ്രിറ്റിയോടുള്ള ഒരു അതിര് കവിഞ്ഞ പെരുമാറ്റം അല്ലെങ്കിൽ സ്നേഹപ്രകടനം എന്ന നിലയിൽ മാത്രമേ നമ്മളും ഇതിനെ എടുക്കുന്നുള്ളൂ. ഒരു അനിഷ്ടം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. ആ വിദ്യാർത്ഥി പിന്നീട് അതിന് ക്ഷമാപണവും നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിദ്യാർത്ഥിയെ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലോ ഏതെങ്കിലും തരത്തിൽ മോശമായി ചിത്രീകരിക്കുകയല്ല നമ്മളും ഉദ്ദേശിക്കുന്നത്. പക്ഷേ ആ രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ നടക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ആരായാലും ഒരു പൊതുരംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയോട് നമുക്ക് ഇഷ്ടവും ആരാധനയും ഒക്കെ ഉണ്ടാകും. അപ്പോൾ പോലും നമ്മൾ അത് പ്രകടിപ്പിക്കുന്നതിന് കുറച്ച് നിയന്ത്രണം ആവശ്യമാണ്. അവരുടെ അനുവാദമില്ലാതെ മറ്റേതൊരു വ്യക്തിക്കും ഉള്ളതുപോലെയുള്ള അവകാശങ്ങൾ സെലിബ്രിറ്റികൾക്കുമുണ്ട്. അവരുടെ അവകാശങ്ങൾ നമ്മൾ മാനിക്കണം. ആ ഒരു സന്ദേശം പകരുക എന്നത് മാത്രമേ നമ്മൾ ഈ ചർച്ചയിലൂടെ അല്ലെങ്കിൽ ഈ വിഷയം വാർത്തയാക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നുള്ളൂ. ആ വിദ്യാർത്ഥിയെ ഒരു തരത്തിലും മോശമായി ചിത്രീകരിക്കുക എന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. മാത്രവുമല്ല, അത്തരം ചർച്ചകൾക്കെതിരായി തന്നെയാണ് നമ്മൾ ഈ വിഷയത്തെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നതും. ഇപ്പോൾ നമുക്കൊപ്പം ഡോക്ടർ LC ഉമ്മൻ കൂടി ചേരുകയാണ്. ഡോക്ടർ, പൊതുരംഗത്ത് നിൽക്കുന്നവർ, പ്രത്യേകിച്ച് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ, നമുക്ക് മനസ്സിൽ വളരെ ആരാധന ഉണ്ടാവും, നമ്മൾ അവരെ വളരെ സ്നേഹിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് വളരെ അടുപ്പം അവരോടുണ്ടാകും. അവരെ പെട്ടെന്ന് കൺമുന്നിൽ വരുമ്പോൾ അത്രയും ആരാധന കൊണ്ട് നടക്കുന്നവർക്ക് ഒരു നിമിഷം പക്ഷേ അവരുടെ പെരുമാറ്റം മാറിപ്പോകുന്നതാണോ നമ്മൾ ഇങ്ങനെയുള്ള പെരുമാറ്റങ്ങളിലൂടെ കാണുന്നത്? ശരിക്കും പറഞ്ഞാല് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആൾക്കാർക്ക് പൊതുജനത്തിന്റെ സൈഡിൽ നിന്നും അവർക്ക് അങ്ങേയറ്റം ഒരു അംഗീകാരവും സ്നേഹവും ഒക്കെ ലഭിക്കുന്ന ഒരു വിഭാഗക്കാരാണ്. അപ്പോൾ അവര് തീർച്ചയായിട്ടും ഇത് പ്രതീക്ഷിച്ചിരിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും പൊതുജനം എന്ന നിലയിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് നമ്മുടെ കുട്ടികൾക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ഏത് അതിര് വരെ പോകാം, അല്ലെങ്കിൽ ഏത് അതിര് കവിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്, പ്രത്യേകിച്ചും സ്ത്രീകളോട് പെരുമാറുമ്പോൾ. അതിപ്പോ സെലിബ്രിറ്റി ആണെങ്കിലും സാധാരണ ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിലും ആ കുട്ടി തീർച്ചയായിട്ടും നിഷ്കളങ്കമായിട്ട് തന്നെ പെരുമാറിയതാകാം. അറിവില്ലായ്മ കൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയതാകാനാണ് സാധ്യത. ഇതിൽ നിന്നും നമ്മൾ കുട്ടിയെ വിമർശിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അധ്യാപകരും അല്ലെങ്കിൽ മറ്റു ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഇനിയുള്ള തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്
ഏത് പ്രായം മുതൽ, ശരിക്കും പറഞ്ഞാൽ ഒരു 3 വയസ്സ് മുതൽ ഇത്തരം അഭ്യസനം തുടങ്ങേണ്ടതാണ്. കാരണം എങ്ങനെയാണ് ബഹുമാനം പ്രകടിപ്പിക്കേണ്ടത്? നമ്മുടെ ഉള്ളിൽ ബഹുമാനം ഉണ്ടെങ്കിലും പലപ്പോഴും നമ്മുടെ പ്രവൃത്തി അതിന് വിപരീതമായിട്ട് അങ്ങ് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏത് രീതിയിലാണ് ആ ഒരു അതിർവരമ്പ് ലംഘിക്കാതെ, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള അതിർവരമ്പുകൾ ഇട്ടുകൊണ്ട് തന്നെ ഏത് രീതിയിലാണ്, അതിപ്പം സ്ത്രീയോടാണെങ്കിലും പുരുഷനോടാണെങ്കിലും ഉള്ളവരോടാണെങ്കിലും കുഞ്ഞു കുട്ടികളോടാണെങ്കിലും എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നുള്ളത് നാം പഠിപ്പിച്ചു കൊടുത്താൽ തീരാവുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ. പിന്നെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളവരും തീർച്ചയായിട്ടും മനസ്സിലാക്കണം. കാരണം അവര് സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഒരുപക്ഷെ ഒരു അടുപ്പം അവർക്ക് ആരോടും കാണുകയില്ലായിരിക്കാം, അവരുടെ ഒരു തൊഴിലിന്റെ ഭാഗമായിട്ടായിരിക്കാം ഇതൊക്കെ ചെയ്യുന്നതെങ്കിലും കണ്ടു നിൽക്കുന്നവർക്ക് അത് അവരോട് പലപ്പോഴും അടുപ്പം തോന്നാറുണ്ട്. കാരണം അങ്ങനെയാണല്ലോ ആരാധന വരുന്നത്. അപ്പൊ ആരാധന കൂടിക്കഴിയുമ്പോൾ ആ അടുപ്പം വെച്ചിട്ട് ചിലപ്പോൾ നിയന്ത്രണം ലഭ്യമാകാതെ അവനവനെ നിയന്ത്രിക്കാനുള്ള ഒരു കെൽപ്പില്ലാതെ ആ ഒരു സ്നേഹപ്രകടനത്തിലേക്ക് അത് പോകാൻ സാധ്യതയുണ്ട്. അത് പലപ്പോഴും പല ഇൻസിഡൻസസും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവര് 2 രീതിയിൽ വേണം ഇതിനെ വ്യാഖ്യാനിക്കായിട്ട്. അവര് ക്ഷമാപൂർവ്വം പെരുമാറണമെന്ന് വെച്ചാൽ പോലും ഒരാളിന്റെ സ്വാതന്ത്ര്യത്തെ കയറുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരുടെ പ്രൈവറ്റ് സ്പേസിലേക്ക് കയറുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരുടെ അനുവാദമില്ലാതെ കടന്നു കയറുന്ന രീതിയിലാവുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ പൗരൻ എന്ന നിലയിലും അവരും പ്രതികരിച്ച് പോകാറുണ്ട്. അപ്പോൾ ഇതൊരു ലേണിംഗ് ലെസൺ ആയിട്ട് മറ്റുള്ളവരിത് മനസ്സിലാക്കി ഇനിയെങ്കിലും ഇത്തരം സാഹചര്യങ്ങളെ ഒഴിവാക്കുകയാണ് വേണ്ടത്. തീർച്ചയായും വളരെ നന്ദി ഡോക്ടർ എൽസി ഉമ്മൻ ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്. ഏതായാലും അതൊരു എങ്ങനെ പെരുമാറണം എന്നുള്ളത് ഒരു 3ാം ക്ലാസ് മുതൽ, അല്ലെങ്കിൽ ആ പ്രായം മുതലൊക്കെയും നമ്മൾ ശീലിക്കേണ്ട, നമ്മൾ പഠനത്തിനൊപ്പം തന്നെ ആർജിക്കേണ്ടുന്ന ഒരു സ്വഭാവ സവിശേഷതയാണ് എന്നുള്ളതാണ് ഡോക്ടർ നമ്മളോട് പറയുന്നത്. പക്ഷേ ആ കുട്ടിയെ സംബന്ധിച്ച് ആരാധിക്കുന്ന ഒരു സിനിമാ താരത്തോട് ഉള്ള ഒരു ഇഷ്ടവും സ്നേഹവും പ്രകടിപ്പിക്കുക എന്നതാണ് ആ വിദ്യാർത്ഥി ഉദ്ദേശിച്ചത്. പക്ഷേ വലിയ രീതിയിലുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ അതുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. വലിയ രീതിയിലുള്ള ബുള്ളിയിങ് ആ വിദ്യാർത്ഥിക്ക് നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം അപർണ ബാലമുരളിയെ അവർ പല വിഷയങ്ങളിൽ സ്വീകരിക്കുന്ന നിലപാടുകൾ ചൂണ്ടിക്കാട്ടി ഇതിൽ ഈ എതിർപ്പും ഇവർ കാണിച്ച പെരുമാറ്റവും ശരിയായില്ല എന്ന രീതിയിൽ നടിയെയും കടന്നാക്രമിക്കുന്ന ഒരു സ്വഭാവം സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്നു. എന്തായാലും ഈ ഒരു സാഹചര്യത്തിലാണ്, വലിയ രീതിയിലുള്ള ചർച്ച സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ വിഷയം എടുക്കുന്നത്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അതിലെ വിവിധ വശങ്ങൾ എന്താണ് എന്ന് നമ്മളൊന്ന് പരിശോധിച്ചത്.